ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലാണ്. കാനഡയിൽ സൂസൻ മേരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഉള്ളത്. ഞാനൊരു 2 ഇയർ പ്രോഗ്രാം എടുത്ത് വന്നതാണ്. ഇവിടെ സൂ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഹസ്ബൻഡും കുഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുറച്ച് വീഡിയോ എടുക്കാൻ ഇത്തിരി ലേറ്റായി പോയത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഏപ്രിൽ ആയപ്പോഴത്തേക്കിനും എത്തി. മെയ്യിൽ എൻ്റെ ക്ലാസ് തുടങ്ങി. ഇപ്പം എൻ്റെ ഒരു സെമസ്റ്റർ കഴിഞ്ഞു. ഓഗസ്റ്റ് ഒരു മിഡ് ആയപ്പോഴത്തേക്കിനും എൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സെമസ്റ്റർ കഴിഞ്ഞു. വന്നതും പോയതൊന്നും അറിഞ്ഞില്ല, പെട്ടെന്ന് സെമസ്റ്ററൊക്കെ കഴിഞ്ഞു. ഇവിടെ സെമസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു 4 മാസമാണ് ഉള്ളത്. 4 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് എക്സാംസും കാര്യങ്ങളും റിസൾട്ടും എല്ലാം വരും നമുക്ക്. അപ്പം ഇപ്പോൾ ഒരു സെമസ്റ്റർ ബ്രേക്കാണ്. ഒരു 10-15 ദിവസം കിട്ടി ഞങ്ങൾക്ക് ബ്രേക്കായിട്ട്. ഇനി അടുത്ത് എനിക്ക് സെപ്റ്റംബർ 2-ാം തീയതിയാണ് അടുത്ത ക്ലാസ് തുടങ്ങുന്നത്. അടുത്ത സെമസ്റ്ററിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടൊന്നും ഇല്ല അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം വെറുതെ വീട്ടിലിരിക്കണോണ്ട് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകാമെന്ന് കരുതി. ഇവിടെ ഒരു കുഞ്ഞു സിറ്റിയാണ്. അപ്പം ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ല കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പം എല്ലാ വീക്കെൻഡിലും എന്തെങ്കിലുമായിട്ടൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ മിക്ക വീക്കെൻഡിലും ഇവിടെ മഴയായിരിക്കും. അപ്പോൾ ഈ വീക്കെൻഡിൽ ഇങ്ങനെ മഴയൊന്നുമില്ല. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പം പിന്നെ അബ്രു ഇങ്ങനെ ബോറടിച്ചൊക്കെ ഇരിക്കുവാണ്. വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ അവൻ, ഇങ്ങനെ ബോറടിച്ചൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ എന്തായാലും എവിടെയെങ്കിലും പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫോൾസ് ആണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 20 minutes ആണ് ഉള്ളത് ക്രിസ്റ്റൽ ഫോൾസിലോട്ട്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയാണ് അത്. ഒരു ചെറിയൊരു വാട്ടർഫോളാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള എന്തൊക്കെ ഏരിയ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കാനുള്ള ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും എനിക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അതിനു മുന്നേ ലിറ്റിൽ തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ ഒരു ചെറിയൊരു പോണ്ട് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അബ്രുവിന് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് വെള്ളത്തിൽ ഇറങ്ങാതെ ഒരു സമാധാനമില്ല. അവന് വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിറങ്ങി കുളിച്ചില്ലെങ്കിൽ ഒരു എന്തു പറയേണ്ട ഒരു തൃപ്തിയില്ല. ഞാൻ എക്സ്ട്രാ ക്ലോത്ത്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിയ ആഴവും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ മീനൊക്കെ പോകുന്നുണ്ട് ഇതിൻ്റെ അകത്തൂടെ. അപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് അബ്രുവിനാണ്. അബ്രുവിനിങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത് പോയിട്ട് ബാക്കി ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അവൻ. പ്രത്യേകിച്ച് ഈ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡ് തന്നെ ഭയങ്കര ഒരു വേറെ ലെവലിലാവും. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം തന്നെ അവിടെ നിന്ന് ഭയങ്കര കളിയാണ്. പുറത്തുനിന്ന് കല്ല് പറക്കി ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ പുറത്തുള്ള കല്ലെല്ലാം പറക്കി വെള്ളത്തിലോട്ടിടും. അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു ഇതാണ്. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ബോറടിച്ചിരിക്കുമല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റേതായൊരു സന്തോഷവും ഒക്കെ ഉണ്ട് അവന്. അബ്രു 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 എന്തെടുക്കുവാ? അബ്രു എന്തെടുക്കുവാ? ഇതെന്താ വെള്ളമാണോ? വെള്ളമാണോ? വെള്ളത്തിൽ കുളിക്കണോ? കുളിക്കണോ? ഡ്രസ് വരി കുളിക്കാമോ നമുക്ക്? അതെ, ഇപ്പൊ കുളിക്കണോ പിന്നെ കുളിക്കണോ? ഇപ്പൊ കുളിക്കണോ കുഞ്ഞിന്? ഷൂഷൊക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റൂലല്ലോ. അപ്പയോട് ചോദിച്ചാ കുളിക്കട്ടെ എന്ന്. കല്ലെടുത്തെറിയാം. അപ്പയോട് ചോദിച്ചാ കുളിക്കട്ടെ എന്ന് ചോദിച്ചേ. അപ്പ കുളിക്കട്ടെ എന്ന് ചോദിച്ചേ. കുളിക്കട്ടെ എന്ന് ചോദിച്ചേ. അബ്രൂട്ടാ അബ്രു ചോദിച്ചേ. അപ്പ കല്ലെടുത്ത് തരുമോ? നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാലോ? വേണ്ട, ഇവിടെ നിന്നാ മതിയോ? അബ്രു, തിരിച്ച് വീട്ടിൽ പോയാലോ നമുക്ക്? അല്ല, അങ്ങോട്ട് നടന്നാലോ? എന്താ ഇവിടെ നിന്നാ മതിയോ? വെള്ളത്തിൽ നിന്നാ മതിയോ? അബ്രു
മണ്ണാണ് എന്നാ നമുക്ക് അങ്ങോട്ട് പോവാമോ? നടന്നിട്ട് വേണം. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. നല്ല രസമുണ്ട്. ഫുള്ളിങ്ങനെ ചുറ്റും കാട് പോലെ ഒരു സെറ്റപ്പ് തന്നെയാണ്. പിന്നെ നടക്കാനായിട്ട് കുറേ വഴിയുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം എന്തായാലും അബ്രുവിനെ കുളിക്കാൻ വേണ്ടി കളിക്കാനൊക്കെ ഇറക്കും വെള്ളത്തിലോട്ട്. പക്ഷേ ലാസ്റ്റ് ഇറക്കാമെന്ന് കരുതി, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇറങ്ങാറാകുമ്പോഴത്തേക്കിനും ഒന്ന് വെള്ളത്തിലിറക്കി ഒന്ന് കളിപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ ബാക്കി അങ്ങോട്ട് നടന്നിട്ട് കാണിച്ചു തരാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇനി അബ്രു ഭയങ്കര ബിസി ആയിരിക്കും. അബ്രുവിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി. അബ്രുവിന് പൊതുവെ ഇതിലിരിക്കാൻ ഇച്ചിരി പേടിയാണ്, എന്നാലും കുഴപ്പമില്ല തോന്നുന്നു. പേടിയാണോ അബ്രു? അബ്രുവിന് പേടിയാണോ? അവന് ചെറിയ പേടിയുണ്ട്, അതുകൊണ്ട് വലുതായിട്ടാ. ഒന്നും പറ്റത്തില്ല. അവന് വെള്ളത്തിൽ കളിക്കാൻ ഒരു പേടിയില്ല, പക്ഷെ ഇതിനകത്തിരിക്കാൻ ഇച്ചിരി പേടിയാണ് അവര്. ഇതെന്താ? അയ്യോ വീണോ? വീണു പോയോ? പോത്തില്ല കുഞ്ഞാ. അവനിതിലിരിക്കത്തില്ല എന്തായാലും. ആ ചേട്ടൻ പോകുന്നുണ്ടോ? കളിക്കണ്ട, എന്നാ വീട്ടിൽ പോവാം. വീട്ടിൽ പോവാം. വീട്ടിൽ പോവണ്ട, പക്ഷെ ഇതില് കളിക്കണ്ട. എന്നെ വെള്ളത്തിൽ കളിക്കാൻ പോയാലോ? അബ്രു എവിടെ പോവാ? അബ്രു എവിടെ പോവാ? അബ്രുവിന് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കണ്ണാടി വെച്ചിട്ട്? കാണാൻ പറ്റണില്ല? കണ്ണാടി വെച്ച നോക്കട്ടെ, അമ്മ നോക്കട്ടെ. വേണ്ട, കാണാൻ പറ്റണില്ല കുഞ്ഞിനൊന്നും. കണ്ണാടി വെച്ചിട്ടൊന്നും കാണാൻ പറ്റണില്ല. എന്നാ വേണ്ട, ഇങ്ങി തന്നേര്, അമ്മ വച്ചേക്കാം. എവിടെ പോവാ അബ്രു? നടന്നു പോവാണോ? കാട്ടിലോട്ട് പോവാണോ ബ്രൂസ്? അബ്രു എന്താ ഒരു സന്തോഷം ഇല്ലാത്ത? അബ്രു വെള്ളത്തിൽ കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ ഇങ്ങനെ നടക്കുവാണ്. അബ്രുവിന് ലാസ്റ്റ് ഇറക്കാവേ വെള്ളത്തിന്. ഓക്കെ ആണോ? ഡീലാണോ? ഡീൽ. എന്റെ അബ്രൂട്ടിന്റെ ഡീൽ ഇതാണ്. ഈ വരല് ചെത്തല് ഡീൽ. ഇനി ഞങ്ങൾ നേരെ കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ കൂടെ അല്ലേ നടക്കേണ്ടേ? ഈ വഴി ഇനി കുറച്ച് ദൂരം ഉണ്ടല്ലേ? കുറച്ച് ദൂരം ഉണ്ടോ നടക്കാൻ? കുറച്ച് അല്പ ദൂരം ഉണ്ട് നടക്കാനായിട്ട്. വഴിയൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ രണ്ട് ചുറ്റും ഇങ്ങനെ ഫുള്ളിങ്ങനെ മരവും ഒക്കെ ആയിട്ട്. അപ്പുറം ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കുകയാണ്. അവന് വഴി അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് രാവിലെ ചെറിയൊരു മഴ പെയ്തായിരുന്നു. അതാ ഇവിടെ ഇങ്ങനെ ചെളിയായിട്ടൊക്കെ കിടക്കുന്നത്. ഞാൻ വിചാരിച്ചു നല്ല മഴ പെയ്യുമായിരിക്കുമെന്ന്, പക്ഷെ കുറച്ച് മഴ പെയ്തിട്ട് അങ്ങ് നിന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതിൻ്റെയാണ് ഈ ചെളിയും കാര്യങ്ങളൊക്കെ. കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, പോയിട്ട് ഇങ്ങനെ വരുവാണ്. ഹായ്. ഹായ്. ഈ വഴി നേരെ നടന്ന് കയറി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റും.
അപ്പം അതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ല ഇതൊക്കെ. അപ്പം ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം അല്ലേ? നല്ല രസമുണ്ട്, കാണാൻ വേണ്ടിട്ട് നല്ല രസമുണ്ട്. ഇടയ്ക്കിടയ്ക്കിടെ ഇങ്ങനെ നടന്നു കാണാം. അബ്രു വെള്ളാണോ? വെള്ളാണോ? അബ്രു ഇതെന്താ? വെള്ളം പോവാണോ? എന്താ വെള്ളം ഇങ്ങനെ പോണേ? വെള്ളം പോവാണോ അവിടെ കൂടെ? വെള്ളം പോവാണോ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? അബുഡിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? രസമുണ്ടോ കാണാൻ? കാണാൻ രസം. ഇതെന്താ ഈ വെള്ളം ഇങ്ങനെ വരണേ? എന്താ ഇങ്ങനെ വെള്ളം വരണേ? അറിയത്തില്ല. അങ്ങോട്ട് പോകാൻ പറ്റൂല. കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. ഇത്ര രസമുണ്ട് കാണാൻ വേണ്ടി. നമ്മളെ നാട്ടിലേക്കൊക്കെ നോക്കുമ്പോ നടക്കുമ്പോ പേടിയാവും. ഇങ്ങനെ പോയപ്പോ ഇനി വീണ്ടും നടക്കാനുള്ള ഒരു ഏരിയ ആണ് അങ്ങോട്ടേക്ക്. കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. ഇത് അപ്പൊ ശരിക്കുള്ള വാട്ടർഫോൾ ഇതല്ല, ഇത് നടന്ന് വരുമ്പോഴുള്ള ഒരു ചെറിയ വാട്ടർഫോൾ ആണ്. അപ്പൊ ഇനി കുറെ അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്കിനാണ് ശരിക്കുള്ള വാട്ടർഫോൾസ് കാണാൻ പറ്റണേന്നാണ് സോസി പറഞ്ഞത്. എനിക്കും അറിയത്തില്ല. പക്ഷെ കുറെ ആൾക്കാരൊക്കെ പല വഴിയിലായിട്ട് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഈ ഒരു വഴിയിൽ കൂടെ പോവാണ്. കുറച്ച് ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. അല്ല, ഈ വഴി തന്നെയാണോ? ഇനി ഈ വഴി അല്ലെങ്കിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് വേറെ വഴി കൂടെ പോകാം. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു വഴി കൂടെ പോയാൽ മതി. അപ്പം രണ്ടുപേരും അപ്പുറത്തെ വഴി കൂടെയാണ് വന്നത്. പക്ഷേ മാപ്പിൽ കാണിക്കുന്ന വഴി ഈ ഒരു വഴിയാണ് കാണിക്കണേ. അപ്പം എന്തായാലും ഈ വഴി പോയി നോക്കാം. കണ്ടില്ലെങ്കിൽ തിരിച്ചു വരാം എന്നുള്ളൊരിതാണല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. തിരിച്ച് നടക്കാവുന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ചെറിയൊരു സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ എഴുതിയേക്കണേ? എന്താ എഴുതിയിട്ടുണ്ട്? ക്രിസ്റ്റൽ ക്രീക്ക്. ഏകദേശം ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു നടക്കണ ഒരു ഏരിയ പോലത്തെയാണ്. അവിടെ ചെന്നിട്ടൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഇവിടെ നിന്നൊരു നമ്മളിപ്പോൾ ഒരു 5-10 മിനിറ്റ് ആയതേ ഉള്ളൂ നടന്നിട്ട്. എന്തായാലും നടന്ന് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് അവിടെ ഉള്ളതെന്നുള്ളത്. എന്തായാലും ഉണ്ടോ ഉള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ആളുകളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടാണോ? മുകളിലോട്ടാണോ? അപ്പം മുകളിലോട്ടാണ് പോകേണ്ടത്. ഓക്കോ, അമ്മ വരാം. Come on. പക്കെ പതുക്കെ നടക്കേ. കൈ കൊടുക്കും.
നടന്നു നടന്നു, ഇനി അങ്ങോട്ട് പോകണ്ട. ആ അബ്രു ഓടുവാണോ? ക്ഷീണിച്ചോ? അബ്രു ക്ഷീണിച്ചോ? ആ ക്ഷീണിച്ചോ? ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ചോ ബ്രൂ? ക്ഷീണിച്ചോ? അബ്രു ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ട്. കൈ ഇങ്ങനെ ഇട്ട്. ക്ഷീണിച്ച്. ആ. ആർക്കാ അവിടെ ഉറക്കം വരുന്നേ? ആ അബ്രു ഇങ്ങനെ ഇതേ. കല്ല് പോയോ? ആ എവിടെ? കിട്ടി 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 കിട്ടി. ആ അബ്രുവിന്റെ കല്ല് കിട്ടിയേ, കല്ല് കിട്ടിയേ. അങ്ങനെ ചെയ്തേ. അബ്രുവിന് നല്ല ഉറക്കം വന്നു. അപ്പൊ അവന്റെ ഉറക്കം കളയാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം നടന്നു വന്നിട്ട് ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഉമ്മത്താ അബ്രു ഉമ്മ എടുത്ത് കളിക്കുവാണോ? അമ്മയ്ക്കില്ല ഉമ്മ? പൈൻ ട്രീന്റെ ആണ് ഇത്. ആ ആ ശരിയാ ശരി. ഇത് ഉണങ്ങി. ആ പൈൻ ട്രീ. ദേ നമ്മുടെ പൈൻ ട്രീ. ഇത് നമ്മള് മറ്റേ വാഗമൺ പോയപ്പോ കണ്ട അത് തന്നെ. ഒറ്റ മരമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടുത്തെ മറ്റേ മരം. മറ്റേ മരം. ഇത് ഒരൊറ്റ മരം അല്ലേ ഉള്ളു ഇവിടെ? ആ ഇതല്ലേ ഒറ്റ മരേ ഉള്ളു പൈൻ ട്രീന്റെ. ഓ വാഗമൺ അടിപൊളിയായിരുന്നു അല്ലേ ആ ഫുള്ള്. അങ്ങനെ ഞങ്ങള് നടന്ന് ഏകദേശം എത്തി. വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ഇങ്ങനെ ചെറിയ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ നടന്നു വന്ന അത്ര തീരെ അടിപൊളിയായിരുന്നു. കാറ്റിന്റെ നടുക്കൂടെയൊക്കെ ഇങ്ങനെ നടക്കണത് ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ പക്ഷെ നടന്ന് വരാൻ നല്ല രസമാണ്. ഇവിടെ കൂടെ ആ ഒരു കാട്ടിന്റെ നടുക്കൂടെയുള്ള ഒരു യാത്രയും എനിക്ക് അടിപൊളിയാണ്. പക്ഷെ അപ്പുറപ്പുറത്തിന് ഉറങ്ങിപ്പോയി. ഏകദേശം ഒരു മണിയായിട്ട് അവൻ ഉറങ്ങിക്കേക്ക്. അല്ലേ അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവസാനം എത്തി ഇങ്ങോട്ടേക്ക്. ശരിക്കും പറഞ്ഞ ഈ ഒരു ഇവിടെ എത്താൻ മാത്രം ഒത്തിരി കഷ്ടപ്പെട്ടു. അവിടെ കറക്റ്റ് പ്രോപ്പറായിട്ട് വഴിയൊന്നും ഇല്ലായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. എല്ലാം വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. ആ പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് അബ്രു ഉറങ്ങിപ്പോയി, അവനെ കാണാൻ പറ്റിയില്ല. ശരിക്കും നല്ല ടയേർഡായിരുന്നേ. ഈ ഒരു വഴി മാത്രമേ ഇച്ചിരി പ്രശ്നമായിരുന്നത്. പ്രോപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല വഴി. അല്ല അവര് ഓൾറെഡി ക്ലോസിന്റെ കാണിച്ചിട്ടുണ്ട്. വേറെ വഴിയുണ്ട്. ആണല്ലേ? നമ്മൾ വന്ന വഴി മാറി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് അവസാനം എടുത്തോ? ആ എടുത്ത്. നല്ല രസം കാണാൻ, നല്ല രസമുണ്ട്. ആ നല്ല അതാ ശരിയാ.
അപ്പൊ വെള്ളം കുറച്ച് കുറവാണ്, എന്നാലും അത്യാവശ്യം വെള്ളം ഉണ്ട്. ഇത്രയും ദൂരം വന്നോണ്ട് നഷ്ടമൊന്നും ആയില്ല. അപ്പൊ നമുക്ക് ഇത് ചാടി കിടക്കണം. ചാടിക്കിടക്കും. അപ്പൊ ഞാൻ ആദ്യം കേറാം, നീ ഇവനെ പിടിക്കുക, എന്നിട്ട് എനിക്ക് താ, ഞാൻ പിന്നെ നീ കേറാം. ഞങ്ങള് ചാടിക്കടന്നിട്ട് വരാം. എന്താണ് ഇവിടത്തെ ഈ വാട്ടർഫാൾസിനെ പറ്റി പറഞ്ഞേക്കണേണ് കേട്ടോ. പക്ഷെ ഇതില് കാണുമ്പോ വേറെ രീതി പോലെ ഉണ്ടല്ലോ. ഇനിയുണ്ടായിരിക്കും താഴോട്ട്. പക്ഷെ വെള്ളം ഒഴുക്ക് കുറച്ച് കുറവാണ്. ട്രെയിലുണ്ട് മുകളിലോട്ട് പോകാനായിട്ട്. അപ്പൊ നമുക്ക് മോളിൽ നിന്ന് വ്യൂ പോലെ കാണാം. കുറച്ച് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിട്ട് വന്നത് കൊണ്ട് ഇടയ്ക്കൊന്ന് വഴി തെറ്റിപ്പോയി. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നു. കാരണം കുറെ വഴികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടൊക്കെ. അപ്പം കുറച്ചൊന്ന് വഴി തെറ്റിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ലാസ്റ്റ് എത്തി. അവിടെ ആൾക്കാരുണ്ടോ? അവിടെ ആൾക്കാർ അവിടെ ഇറങ്ങാൻ തോന്നുന്നു അവിടെ. പക്ഷെ വെള്ളം വലിയ വൃത്തിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കണ്ടിട്ട് ഫുള്ള് വൃത്തിയില്ല വെള്ളം. ഇപ്പൊ ഇത് വലിയ ഒഴുക്കില്ലല്ലോ, നല്ല ഒഴുക്ക് കഴിയുമ്പോഴത്തേക്ക് വൃത്തിയായിട്ടോ. ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുതാണല്ലേ ഇത്? അത് മറ്റേ ചെറുതല്ലേ? ഇതാണ് ശരിക്കും ഫോൾസ് അല്ലേ, ക്രിസ്റ്റൽ ഫോൾസ്. വെള്ളം മഴ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മഴ വന്ന വഴിയുണ്ട്. ശരിക്കും ഞങ്ങള് വന്ന വഴി ഒന്ന് മാറിപ്പോയി. ശരിക്കും പ്രോപ്പർ വഴിയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പാടില്ല. ഞങ്ങൾ വന്നത് ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ കേറിയിട്ടൊക്കെ വരുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു വിധത്തിൽ ഇങ്ങനെ കേറി. ഓൾറെഡി ഗവൺമെന്റ് ഒരു ആപ്പ് തന്നിട്ടുണ്ട്. ഇതെന്തോ ഗവൺമെന്റിന്റെ ഒരു ആപ്പാണ്. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് വഴിയും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റും. ഇനി നമുക്ക് തിരിച്ചു നടക്കണ്ടല്ലോ അല്ലേ, തിരിച്ചു പോകാൻ വേണ്ടിട്ട്. ഇത് വലിയൊരു സമാധാനം. തിരിച്ചു നടക്കണമായിരുന്നെങ്കിൽ പാട്ട് വിട്ടേനെ. അയ്യോ, തിരിച്ചു നടക്കാമെങ്കിൽ നടക്കത്തില്ല. ഞാൻ ഇവിടെ നിന്ന് വല്ല എയറോപ്ലെയിനും പിടിച്ചു പോകേണ്ട അവസ്ഥ വന്നേര്. എനിക്കിനി തിരിച്ചു നടക്കാൻ പറ്റില്ല. പക്ഷെ ഈ വഴി നല്ലതാണല്ലോ. നേരത്തെ വന്ന ടീംസ് ഈ വഴിയാണ് കേറി വന്നത്. ഇത് കണ്ടോ, നല്ല ശരിക്കും വഴി നമ്മൾ പോയത് എവിടെയോ വെച്ച് നമുക്ക് തെറ്റിപ്പോയി വഴി. എവിടെ വെച്ചല്ല നമ്മൾ എൻട്രൻസ് തന്നെ. നമ്മള് വന്ന എൻട്രൻസ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ശരി. പക്ഷെ എന്നാലും നമുക്കത് നടക്കാൻ പറ്റിയെന്നോ? ശരി. അടിപൊളിയായിരുന്നു അല്ലേ, നടന്നു വന്നത് അടിപൊളിയായിരുന്നു. ഇടയ്ക്ക് മാത്രം ഇങ്ങോട്ട് ഫോൾസ് കാണാൻ വേണ്ടിട്ട് ആ വഴി കൂടെ വരാൻ പറ്റും. അബ്രു അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്തു നടന്നു വന്നപ്പോ. അതുകൊണ്ട് ക്ഷീണിച്ചു. അവൻ അത്യാവശ്യം എന്താ പറയണ്ട, അവൻ കുറെ നാൾക്ക് ശേഷമല്ലേ ഇത്രയും നടക്കണത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് കുറെ നാൾക്ക് ശേഷം ഇത്രയും നടക്കണം. അതിൻ്റെതായ ഒരു ക്ഷീണം ഞങ്ങൾക്കുണ്ട്. ശരിയാട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു അത്രയും നടക്കേണ്ട ആവശ്യമില്ല ഈ ക്രിസ്റ്റൽ ഫോൾസ് കാണാൻ വരണുണ്ടെങ്കിൽ. നമ്മള് ശരിക്കും പറഞ്ഞ ഒരു ട്രക്കിംഗ് പോലെ ആയി. ഇവിടത്തേക്കുള്ള വഴി മാത്രം അവരിങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് വഴി തെറ്റിപ്പോയത്. പക്ഷെ സാരമില്ല, ശരിയാ. പക്ഷെ അബ്രുവിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവൻ നല്ലപോലെ എൻജോയ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു നടന്നത്. അവനിങ്ങനെ കല്ലൊക്കെ പറക്കി ഇറങ്ങി മണ്ണൊക്കെ കളിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പക്ഷെ വെള്ളച്ചാട്ടം കാണാൻ മാത്രം ഇരുന്നില്ല, അവൻ ഉറങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഉറങ്ങേണ്ട ടൈമാണിത്. അപ്പോൾ അവൻ എവിടെ ആണെങ്കിലും എത്ര കറങ്ങാൻ പോയാലും അവൻ്റെ കറക്റ്റ് ടൈമിങ്ങിന് അവൻ ഉറങ്ങിക്കോളൂ. ഏത് വഴിയാ? നമ്മളെ വണ്ടി അവിടെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത്? ഒരു 2 മിനിറ്റ് നടക്കേണ്ട സ്ഥലത്ത് നമ്മൾ 5 കിലോമീറ്റർ നടന്നു. ഇന്നത്തെ എക്സർസൈസ്. അങ്ങനെ വിചാരിച്ച് സമാധാനിച്ച് നമുക്ക് വീട്ടിലോട്ട് പോവാം. അത് ശരിയാ. അങ്ങനെ ഞങ്ങൾ 5 കിലോമീറ്റർ ഒക്കെ നടന്ന് എല്ലാം കഴിഞ്ഞ് ക്രിസ്റ്റൽ ഫോൾസിന്റെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്തിട്ട്
ശരിക്കും റൈറ്റിലോട്ട് നടന്നാൽ ക്രിസ്റ്റൽ ഫോൾസും ഒരു 2 മിനിറ്റ്സേ ഉള്ളൂ. റൈറ്റിലോട്ട് നടന്നു കഴിഞ്ഞാൽ, ലെഫ്റ്റിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും 5 കിലോമീറ്റർ ഒരു കാട്ടിനകത്തൂടെയൊക്കെ കയറി നടന്നു വന്ന് പിന്നെ ക്രിസ്റ്റൽ ഫോൾസിൻ്റെ അകത്തോട്ട് കയറണം. എന്തായാലും യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പുറവും അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്തു. കാരണം അവൻ വീട്ടിലിരുന്നിട്ട് ഇപ്പം അത്യാവശ്യം കുറച്ച് ഒരു എന്താ പറയണ്ടേ, TVൻ്റെ ടൈമൊക്കെ കുറച്ച് കൂടുതലാണ്, കാർട്ടൂൺ ടൈമും അങ്ങനെയൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അവന് നടക്കാനും കുറച്ച് കളിക്കാനും ഒക്കെ പറ്റി. അതൊക്കെ നോക്കുമ്പം അത്രയും നടന്നത് നമുക്ക് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നത്തില്ല. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പക്ഷേ കാട്ടിനകത്തൂടെ ഒരു യാത്ര അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും ഈ ക്രിസ്റ്റൽ ഫോൾസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ വഴിയായിട്ട് തന്നെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. വരാനും ഒന്ന് ജസ്റ്റ് വന്നൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.